ഞാൻ എൻ്റെ നാടായ വല്ലപ്പുഴയിൽ കൊച്ചിയിലേക്ക് രാവിലെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാഴാനി ഡാം 3 കിലോമീറ്റർ എന്നുള്ളൊരു സൈൻ ബോർഡ് ശ്രദ്ധയപ്പെട്ടത്. തൃശ്ശൂർ ടൗണിൽ പോകാതെ ഒരു NH കയറുന്ന താണിക്കുടം വഴി കയറുന്ന റോഡിൽ പോകുമ്പോഴാണ് ഞാനിത് കണ്ടത്. എന്നാൽ പിന്നെ ഒന്ന് കയറിക്കളയാം, വാഴാനി ഡാം എങ്ങനെയുണ്ടെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരം, പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലിപ്പോൾ ആസ്വദിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. തൃശ്ശൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളവർക്കൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ. ഞാനിപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന ഈ വാഴാനി ഡാം, അതുപോലെ പീച്ചി ഡാം, പിന്നെ ശോഭ സിറ്റി, ഹൈലൈറ്റ് മാള്, പിന്നെ ഇപ്പോൾ അടുത്ത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂരിലെ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണ്. മൃഗങ്ങളൊക്കെ വളരെ ഫ്രീ ആയിട്ട് അവരുടെ ആ നേച്ചുറൽ ഇതിൽ വിട്ടുകൊടുത്തിട്ടുള്ള എല്ലാ മൃഗങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വളരെ രസകരമായൊരു പാർക്കാണ്. കവാടത്തിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 6 മണിയാണ് ഞാൻ എത്തിയ സമയം. 9 മണിക്ക് അത് തുറക്കുള്ളൂ. പക്ഷേ ഒരു ചെറിയ ഗേറ്റ് അവിടെ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല. അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ അകത്തൂടെ കയറി. പിടിക്കപ്പെട്ട ഒരു സോറിയും പറഞ്ഞ് അവിടുന്ന് തടി തപ്പ. ഇതായിരുന്നു പ്ലാന്. ഉള്ളിൽ കയറി ഒന്നും നോക്കിയില്ല. അവിടെ കണ്ട ഒരു ഊഞ്ഞാലയിൽ കയറി നന്നായിട്ട് ഒന്ന് ആടി ആസ്വദിച്ചു. കുട്ടിക്കാലം ഒന്ന് ശരിക്ക് റീക്രിയേറ്റ് ചെയ്തു ഞാനവിടെ. കുറച്ചും കൂടെ നടന്നപ്പോൾ അത് അടുത്ത ഊഞ്ഞാൽ, അതിനെയും വെറുതെ വിട്ടില്ല. അവിടുന്ന് നേരെ നടന്നപ്പോൾ ഡാം കണ്ട്. രാവിലെ 6 മണിക്കുള്ള മനോഹരമായ ആ ഉദയത്തിൻ്റെ സമയമായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ അതിങ്ങനെ ആസ്വദിച്ചിരുന്നു. ഇരുന്ന് മതിയായപ്പോൾ പിന്നെ കുറേ നടന്നു. ആ രാവിലത്തെ ഉദയം നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, അറ്റ്മോസ്ഫിയർ. അടുത്ത ഊഞ്ഞാൽ, അതിനേതായാലും ഒഴിവാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ആസ്വാദനം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് പോകുമ്പോൾ മനസ്സ് നിറഞ്ഞിരുന്നു. വല്ലാത്തൊരു സന്തോഷം. രാവിലെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സന്തോഷം. കുറച്ച് സമയം കൂടെ അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് കൊച്ചിയിൽ എത്തേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്തു.